ഗൈസ്, അപ്പൊ ഇന്ന് ചെറിയൊരു ഈവനിങ് വർക്കാണ് കേട്ടോ. ഒന്നുമില്ല, നമ്മള് വീട് പണി നടക്കണ്ട. അപ്പൊ നമ്മളെല്ലാരും കൂടി അങ്ങോട്ട് പോവാണ്. എന്റെ ആഗ്രഹം എന്താന്ന് ആരെന്നോട് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കി പറയും. എൻ്റെ ഉമ്മാക്ക് ഒരു ആഗ്രഹം ഉണ്ട്, അത് നടത്തി കൊടുക്കാന്ന് എൻ്റെ ആഗ്രഹം എന്ന് ഞാൻ പറയില്ലേ. എൻ്റെ ഉമ്മാക്ക് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ള വീട് എന്ന്. കുട്ടിക്കാലത്ത് നമുക്ക് വീടുണ്ടെങ്കിലും അതൊക്കെ വിൽക്കേണ്ടി വന്നു, ചില സാഹചര്യങ്ങളിൽ അത് വിൽക്കേണ്ടി വന്നു. പിന്നീട് ഒരു വീട് എടുക്കുക എന്നുള്ളത് നമ്മളെ കയ്യിൽ ഒതുങ്ങാത്തൊരു കാര്യമായിരുന്നു. അതിൻ്റെ ഇടയിൽ കാക്കാൻ്റെ മരണം, പിന്നെ എൻ്റെ ലൈഫിലുണ്ടായ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുമായിട്ട് മെൻ്റലി നമ്മളാകെ ഡൗൺ ആയിരുന്നു. ഇപ്പം നമ്മളൊക്കെ ഓക്കെ. പക്ഷെ നമ്മൾ കുറേ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ കുറേ കുടുംബക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടെല്ലാം നിങ്ങൾ കളിക്കാൻ അങ്ങനെ ആക്കാൻ. പക്ഷെ നമ്മളെ സാഹചര്യം കൂടി ആരും മനസ്സിലാക്കില്ല. ഇപ്പം അൽഹംദുലില്ലാ നമ്മളെ വീട് പണി ഏകദേശം വാർപ്പ് വരെ എത്തിയിട്ടുണ്ട്. അത് പടച്ചോൻ്റെ കൃപ കൊണ്ട് തന്നെ, വേറെ ആരും ഞാൻ പറയില്ല കേട്ടോ, പടച്ചോനുള്ളതുകൊണ്ട് മാത്രമാണ്. ഒരാളും നമ്മളെ സഹായിച്ചിട്ടില്ല, പടച്ചോനെ ഉണ്ടായിട്ടുള്ള നമ്മളെ കൂടെ. അങ്ങനെ അത് ആ വീട് പണി നടക്കുന്നിടത്ത് അവിടെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഉമ്മമാൻ്റെ വീട്ടിലേക്കാണ് പോകണം. ഉമ്മ അമ്മോൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ റിലേഷൻ, അതായത് ഉമ്മേൻ്റെ ബ്രദർ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഏകദേശം അടുത്തടുത്താണ്, കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. പക്ഷെ നമുക്ക് വണ്ടിമ്മ പോയില്ലെങ്കിൽ ഒരു ഇതാണല്ലോ, അതുകൊണ്ട് നമ്മൾ വണ്ടിമ്മലാണ് പോയത്. പക്ഷേ പാതി വൈക്കുന്ന എനിക്ക് ഇറങ്ങേണ്ടി വന്നു, കാരണം കയറ്റായതുകൊണ്ട് ഇന്നെ ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്നതിന് ശേഷം ചായയും കസിൻ്റെ ഒരു പരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട്